എവരിവൺ, നമ്മളുടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ 3 days ആയിട്ട് നടത്തുന്ന നമ്മുടെ ഫ്രീഡം ഫ്രം അഡിക്ഷൻ എന്ന ക്യാമ്പയിനിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ഫാമിലി ദി അഡിക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഈ ടോപ്പിക് എടുക്കുന്നതിന് നമ്മുടെ ജോസ് മൈക്കൽ സാറാണ്. സാറ് സോഷ്യൽ വർക്കറും ട്രെയിനറും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വോളണ്ടിയർ ടീമിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. സാറിനെ ഒത്തിരി സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനെയും സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാറിന്റെ ക്ലാസ്, ഈ ഒരു സെഷൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നല്ലൊരു സെഷൻ തന്നെ ആയിരിക്കും. സാർ നമ്മളോടൊപ്പം ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സാർ. നമ്മുടെ ഈ സെഷൻ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സെഷൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. Thank you very much, Radhika, and അതുപോലെ തന്നെ ആൻഡ്രിയ. Thank you very much. Thank you very much, Smart India, for giving me this great opportunity to be with you all. Okay. Well, good evening, everybody. Good evening, Hello. Joseph. Yeah. Okay. Good evening. Yeah. എനിക്ക് ഓക്കെ, സിസ്റ്റർ മാത്രമാണ്. എല്ലാവരും ഗുഡ് ഈവനിങ് പറഞ്ഞു കാണും. മൈക്രോഫോൺ മ്യൂട്ട് ആയതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എനിവേ, ഞാൻ സാധാരണ സെഷനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ആഗ്രഹം, എനിക്ക് എല്ലാവരുടെ മുഖമൊക്കെ കണ്ടോണ്ടിരുന്നൊക്കെ സംസാരിക്കാനാണ്. ഞാനിപ്പോൾ ഏതൊരു വായുവിൽ സംസാരിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ സോഷ്യൽ വർക്കേഴ്സ്, എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്, സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും ബോൾഡ് ആയിരിക്കണം. അവര് ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വന്നിരിക്കണം. മാത്രമല്ല അവര് ക്യാമറ ഓപ്പൺ ചെയ്തിരുന്ന് ഇത് അറ്റൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കേട്ടോ, നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അത് എൻ്റെ ഇഷ്ടമാണ്. ശരി തന്നെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു സെഷൻ എടുക്കുകയാണ്, സെഷന് വിളിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാണാമറയത്തിരിക്കുന്ന പോലെ ഇരുന്നാൽ വാട്ട് യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് എന്നോ മാത്രം അത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്നവര് ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് ഇത് കേൾക്കുക. കേട്ടോ, ചിലർക്ക് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ഡ്രസ്സിലൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യാത്തത്. പക്ഷേ നമ്മൾ സെഷൻ ഇരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ സെഷൻ, എനിക്ക് നിങ്ങളെ ഇത് ഒരു എന്താ പറയുക, ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ അല്ല. നമ്മൾ ഒരു 3 ദിവസത്തെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആ ഒരു മേഖലയിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ മിക്കവാറും തീർച്ചയായും നിങ്ങളെ കൊണ്ട് ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്യുന്നൊരു പ്രോഗ്രാം ചെയ്തേനെ. ഓക്കെ, എനിവേ, താങ്ക് യു വെരി മച്ച് അഗെയിൻ. താങ്ക് യു വെരി മച്ച് സ്മാർട്ട് ഇന്ത്യ ഫോർ ദിസ് വണ്ടർഫുൾ ചാൻസ്, വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ സാധാരണ സെഷൻ ആരംഭിക്കുന്നത്, ഞാൻ സാധാരണ എപ്പോഴും യൂത്തുമായും, എല്ലാവരും യൂത്തുമായും മുത്തുമായും ഒക്കെ എല്ലാം മുത്തതുമായും ഒക്കെ സെഷൻസ് ചെയ്യാറുണ്ട്, കുട്ടികളുമായി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരിക്കും. സാധാരണ എല്ലാവരോടും ഒരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയാണ് ആരംഭിക്കുന്നത്. ഞാൻ ആ പതിവ് തെറ്റിക്കുന്നില്ല. നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ എനിക്കറിയാം വളരെ ഒരു സ്മാർട്ടായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രായമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഐ വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുമ്പോൾ 1-2 ക്വസ്റ്റ്യൻ പറഞ്ഞു. മെയിൻ ക്വസ്റ്റ്യൻ വരുന്നിട്ടില്ല. മെയിൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം മെയിൻ ക്വസ്റ്റ്യൻ ഏതാണ്. കേട്ടോ, ഇപ്പൊ മെയിൻ ക്വസ്റ്റ്യൻ അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളം. ഓക്കെ, ശരണ്യ പറഞ്ഞ ഉത്തരം ശരിയാണ്, കേരളമാണ്, ശരിയാണ്. ഈ കേരളത്തിൽ ഒരു പോപ്പുലേഷൻ, അതായത് നമ്മുടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളം തന്നെയാണ്. അതായത് അതും കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. പക്ഷെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ആ ഒരു ഇത് റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും കേരളത്തിന് പല രീതിയിൽ 1ാം സ്ഥാനമുണ്ട്. ഓക്കെ, എന്റെ അടുത്തൊരു ചോദ്യം വരുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ജനസംഖ്യ കേരളത്തിലുള്ളൂ, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം.
കേരളം. കേരളം. ഓക്കെ. കേരളം. അപ്പോ നമ്മുടെ സെമിച്ച സാറിന്റെ പുസ്തകം ഉണ്ടല്ലോ അല്ലെ? എന്താണ് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുസ്തകം ഉണ്ടല്ലോ സാറിന്റെ മനസ്സിനൊരു ഫസ്റ്റ് എയ്ഡ്. സാർ ശരിക്കും സാർ ഒത്തിരി അതിനുവേണ്ടി റിസർച്ച് ഒക്കെ ചെയ്തിട്ട് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് അന്ന് വാങ്ങിച്ച് വായിക്കണം. ഓക്കെ. അപ്പോ നമ്മളുടെ അതായത് മലയാളിയുടെ മനസ്സിന് അവന്റെ മാനസിക ആരോഗ്യത്തിൽ എന്ത് തകരാറുണ്ട് എന്നാണ് സാറ് ആ പുസ്തകത്തിൽ സാറ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, ഞാൻ എന്റെ പ്രധാനപ്പെട്ട നമുക്ക് അതല്ല വിഷയം, ഞാൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, ഇത് വളരെ ചിന്തിച്ച് ഓക്കെ, നിങ്ങൾ വളരെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ചിന്തിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഒറ്റ വാക്കിലാണ്, വളരെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യരുത്, ഒറ്റ വാക്കിൽ. വൈ ഡു പീപ്പിൾ കമ്മിറ്റ് സൂയിസൈഡ്? എന്റെ ചോദ്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്? വൈ ഡു പീപ്പിൾ കമ്മിറ്റ് സൂയിസൈഡ്? ഇവിടെ എന്നെ വെൽക്കം ചെയ്ത രാധികയൊക്കെ പറഞ്ഞത് ഒരു ഇന്ററാക്റ്റീവ് സെഷനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ സോ ഐ വോണ്ട് ടു ഇന്ററാക്ട് വിത്ത് യു. പ്ലീസ് ക്യാൻ യു പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻ? എനിക്ക് ഈ സിസ്റ്റർ മാത്രം എപ്പോഴും ആൻസർ പറയുന്നത് കേട്ടോ. സിസ്റ്റർ മാത്രം ആൻസർ പറയുന്നത്, എല്ലാവരും പറയണം. രാധിക സർ, അതായത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മെന്റാലിറ്റിയാണ് ഒരു സൂസൈഡ് എന്നുള്ളൊരു പെട്ടെന്ന് പോകുന്ന ഒരു ഒറ്റ വാക്കിൽ ഉത്തരവുണ്ട്, നിങ്ങൾക്ക് പറയാമോ? ഒറ്റ വാക്കിൽ ഉത്തരം ചിന്തിക്കൂ. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഈ ഇങ്ങനെ സോഷ്യൽ വർക്കേഴ്സ് അല്ലേ? സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും വളരെ വളരെ ഫാസ്റ്റ് ആണ്. അനശ്വര പറയൂ. പ്രഷർ. ഏതൊക്കെ അടുത്തടുത്ത് വന്നു, പക്ഷെ ആയില്ല. സൊല്യൂഷൻ ആണോ? പൊല്യൂഷൻ? വാട്ട് യു മെന്റ്? ഒരു സൊല്യൂഷൻ, നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു സൊല്യൂഷൻ. ഓടി ഒളിക്കാനുള്ള സൊല്യൂഷൻ? നോ, that's a solution. As a solution, you commit suicide. But my question is that why do people commit suicide? എന്തുകൊണ്ടാണ് അവൻ സൂയിസൈഡ് ചെയ്തതെന്നാണ്. ഒളിച്ചോടി പോയല്ലോ. അനുരാജ് പറയുന്നുണ്ട്. സഹോദര പറയൂ. ഡിസാറ്റിസ്ഫാക്ഷൻ അല്ല, അനുരാജ് അല്ല, വേറെ പറയൂ. നിങ്ങൾ എല്ലാവരും പറയൂ. സെൽഫ് അവയർനെസ്, ഞാൻ എന്താണ് എന്നറിയണം. ഹു ഐ ആം എന്നറിയണല്ലോ സാർ ആദ്യം. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വരുമ്പോ ഹൗ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണോ, അതിനെ സംബന്ധിച്ചായിരിക്കാം മേ ബി നമ്മൾക്ക് സെൽഫ് അവയർനെസ് ആയിരിക്കും ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്നു സാർ. മേ ബി. അടുത്തടുത്ത് വരുന്നുണ്ട്. നമ്മുടെ റിയ പറഞ്ഞിട്ട് സിസ്റ്ററിന് പറയാം. പറയൂ റിയ. ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അടുത്തടുത്ത് വന്നു, ഹോപ്പ് നഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി സിസ്റ്ററിലേക്ക് പോവാണ് ഞാൻ. സിസ്റ്റർ മേരി. Okay, sir, that's the same. Hopelessness. പ്രതീക്ഷയില്ലായ്മ. ഓക്കെ. Sir, emotional pain. സിസ്റ്ററിനത് പറയാൻ പറ്റും. ഓക്കെ. Emotional pain. Emotional pain. Emotional. I couldn't get you. Pain. വേദന. Pain. Pain. Emotional pain. Okay. കൊള്ളാം. പുതിയ ഡെഫിനിഷൻ ഒക്കെ ഞാൻ പഠിക്കേണ്ടി വരും. ഓക്കെ. ദെൻ നമുക്ക്, എനിക്ക് തോന്നുന്നു നമുക്ക് സമയം കുറവായതുകൊണ്ട് ഇപ്പൊ തന്നെ 8:15 ആയിട്ടുണ്ട്. അപ്പൊ സോ ഐ വോണ്ട് ടു ഗോ ടു ദി ആൻസർ. ഞാൻ തന്നെ പറഞ്ഞോളാം. ഇത് വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കഷ്ടം. സാരമില്ല. ഒരു മനുഷ്യൻ അവന്റെ എന്താണ് പറയുന്നത്, അവന്റെ മനസ്സ് ദുർബലമാകുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ മനസ്സ് ദുർബലമായി പോകുമ്പോഴാണ് അവൻ സൂയിസൈഡ് ചെയ്യുന്നത്. Am I right? ഇതൊരു സിമ്പിൾ അല്ലേ? ഞാൻ പ്രൂവ് ചെയ്യാം. ഇത് നമുക്ക് വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ മനസ്സ് ദുർബലമായി പോകുന്ന എപ്പോഴൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ വിഷയം അതാണ്, നമ്മൾ അതിലേക്കാണ് വരുന്നത് കേട്ടോ.
കാരണം നിങ്ങൾ ഇന്ന് കാണുന്ന, നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ നാട്ടിൽ അല്ലെ നമ്മുടെ വാർത്തകളിൽ ഇടം പിടിക്കുന്ന എല്ലാ സൂയിസൈഡിന്റെ പിന്നിലും എന്താണുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ? പല കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും അവന്റെ മനസ്സ് ദുർബലമായി പോയി. എപ്പോഴാണ്? അതിന് ആൻസറുണ്ട്. നമുക്ക് ഒരു 3 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ദുർബലപ്പെടാമെന്നും ഞാൻ ഒരു ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അതായത് നമുക്ക് എപ്പോഴും സുഖം മാത്രം മതി. ലോലുപതയുള്ള വ്യക്തിയാണെങ്കിൽ സുഖം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കിടന്നുറങ്ങണം, എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കണം, ആസ്വദിക്കണം, എപ്പോഴും എൻജോയ് ചെയ്യണം എന്നല്ല കേട്ടോ. ആ ഒരു സുഖലോലുപ നമ്മളിപ്പോ അറിയാമല്ലോ. സുഖലോലുപം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖലോലുപം നമുക്കിപ്പോ ഒരു സ്ഥലത്ത് നമുക്കറിയാം, നമ്മൾ 5 മണിക്കൂർ, ഒരു സോഷ്യൽ വർക്കർ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ കേട്ടോ. 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്നൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും എല്ലാവരും 8 മണിക്കൂറൊന്നും, നല്ല മിടുക്കന്മാരൊന്നും 8 മണിക്കൂർ ഉറങ്ങാറില്ല കേട്ടോ. നല്ല ശരിക്കും വിജയം നേടിയിട്ടുള്ളവരാരും 8 മണിക്കൂർ ഉറങ്ങുന്നവരൊന്നും അല്ല. അവര് ഉറക്കം വളരെ കുറച്ച് അധ്വാനിക്കുന്നവരാണ്. ഓക്കെ, നമുക്ക് നമുക്കറിയാം, ഉറങ്ങുമ്പോൾ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. എന്നിട്ടും 5 മണിക്കൂർ കഴിഞ്ഞു അല്ലെ 6 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷം വീണ്ടും കട്ടിലിൽ തിരിഞ്ഞു കിടന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് സുഖലോലുപത. ഒരു സംഭവം, നമുക്കിപ്പോ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം. ഇറ്റ്സ് എ ടൂൾ അല്ലെ? മൊബൈൽ ഫോൺ ടൂളാണ്. പക്ഷെ നമ്മൾ ടൂളാണെങ്കിലും ടൂളുമായിട്ട് നമ്മൾ വീട്ടിലെ കത്തി എടുത്തുകൊണ്ട് ആരെങ്കിലും ബാത്റൂമിൽ പോവോ? ഇല്ല അല്ലെ? കട്ട് ചെയ്യാനുള്ളതാണ്. മൊബൈൽ ടൂളാണെന്ന് നമുക്കറിയാം അല്ലെ? എന്നാലും അതെടുത്തിട്ട് ബാത്റൂമിൽ പോകും അല്ലെ? ഞാൻ പറയാം കേട്ടോ, എല്ലാവരും അല്ല, ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ. നമുക്കറിയാം അത് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടതല്ല. അത് ആവശ്യത്തിന് നമുക്ക് വാർത്താവിനിമയം നടത്താനുള്ള സംഭവമാണ്. അത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കും നമ്മളത് സുഖലോലുപതയല്ലേ അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്താൽ, നിരന്തരമായി നമ്മളൊരു സുഖലോലുപനായ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിനുടമയായാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ദുർബലമായി പോകും. അടുത്തത് നമ്മുടെ ഇന്നത്തെ വിഷയമാണ് അഡിക്ഷൻ, ആസക്തി. പ്രത്യേകിച്ച് മദ്യാസക്തി എന്ന് പറയുമ്പോൾ ലഹരിയോടുള്ള ആസക്തി. ആ ആസക്തി വന്നാൽ ഉറപ്പാണ് അല്ലെ, നമ്മളിന്ന് കാണുന്ന എല്ലാ വിധത്തിലുള്ള സൂയിസൈഡിന്റെ പിന്നിലും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം അല്ലെ? നമുക്ക് സമയം കുറവാണ്, ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉത്കണ്ഠയാണ്. എന്തായി തീരും, എന്റെ ഭാവി എന്താകും, എന്റെ ലൈഫ് എന്താകും, തീർന്നു, ഇതോടെ ഈ പ്രശ്നത്തോടെ എന്റെ ലൈഫ് തീർന്നു, സൂയിസൈഡ് ചെയ്തു, തീർന്നു അല്ലെ? ഒരു ജീവിത വ്യഗ്രത. അപ്പൊ ഈ 3 കാരണം ഇത് പ്രൂവണാണ്. ഈ 3 കാരണങ്ങളാണ് മനുഷ്യന്റെ മനസ്സ് ദുർബലമായി പോകുന്നത്. എന്നിട്ട് അവൻ അടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ജീവിത വ്യഗ്രത എന്ന് ഞാൻ പറഞ്ഞ ഒരു ഭാഗം, നമ്മൾ ഈ തിടുക്കത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കും അല്ലെ? ജീവിത വ്യഗ്രത പെട്ടെന്ന് തീരുമാനം എടുക്കും, തീർത്തേക്കാം, ലൈഫ് മടുത്തു, ജീവിതം മടുത്തു, ഓക്കെ, ഹാങ് ചെയ്യും, തീർത്തു. നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല ആരോഗ്യവാന്മാരെ അടിപൊളിയായിട്ട് എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഒരു ദിവസം പറയണം അവസ്ഥ. അവന്റെ മനസ്സ് ദുർബലമായിപ്പോയി. എന്താണ്? അവനെ ചിരിച്ചു നടക്കുമെങ്കിൽ അവന്റെ മനസ്സ് ആയിപ്പോയാൻ കാരണം എന്താണ്? നമുക്കറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു സുഖലോലുപത അവനുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വ്യഗ്രത, ഉത്കണ്ഠ, എന്തായിത്തീരും, എന്റെ കുടുംബം എന്താകും, എന്റെ ഭാവി എന്താകും, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത വ്യഗ്രതകൾ അവനെ ചൂടി നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഈ 3 കാരണങ്ങളാണ് ഒരു മനുഷ്യന്റെ മനസ്സ് ദുർബലമായി പോകുന്ന മരിക്കുന്നത്. ഓക്കെ, അവൻ സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, മരിക്കുന്നതല്ല, സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ദ റോൾ ഓഫ് ഫാമിലി ഇൻ ഡി അഡിക്ഷൻ. അതായത് ഡി അഡിക്ഷനിൽ കുടുംബത്തിന്റെ പങ്ക് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഓക്കെ, അപ്പൊ ഇന്ററാക്റ്റീവ് സെഷൻ ആണ് രാധിക താങ്കൾ ആഗ്രഹിച്ചതെങ്കിലും ഇന്ററാക്റ്റീവ് സെഷൻ ആയിക്കഴിഞ്ഞാൽ പലതും കവർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ചാൽ മൈക്രോഫോൺ ഓപ്പൺ ചെയ്തൊന്ന് പറയണം കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ട്? ഓക്കെ സർ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ശരിക്കും മനസ്സിലായി ഇന്നത്തെ ക്ലാസ്സിൽ. കേട്ടോ, ഞാൻ ട്രൈ ചെയ്യാന്ന് പറയാം കേട്ടോ, ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഇത്തിരി ഇന്ററാക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഇന്ന് ചെയ്യാനായിട്ട് നമ്മുടെ സമയം അനുവദിക്കുന്ന അത്രയും ഞാൻ ചെയ്യാം, പറ്റുന്ന അത്രയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ, വെൽക്കം. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഒരു ആസക്തിയിലാണ്ടുപോയ പെട്ടുപോയ ഒരു വ്യക്തിത്വത്തെ ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ഒരു കുടുംബത്തിൽ അവനെ എങ്ങനെ പുനരധിവസിപ്പിക്കാം, എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം
എങ്ങനെ അതിനെ എങ്ങനെ നമുക്ക് സഹായമാകും എന്ന രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷന്റെ 4 പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒന്ന്, നമ്മൾ അഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കും. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങളോട് കേട്ടോ. അഡിക്ഷൻ അപ്പൊ എനിക്ക് എല്ലാവരുടെ മുഖം കാണണമെന്ന് ഞാൻ പറഞ്ഞ ചെറിയ ഈ സമയത്തൊക്കെ ചിലർ പോയിട്ട് പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ പോയിട്ട് ആൻസർ ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ആ ഒരു സ്പോണ്ടേനിയസ് ആൻസർ ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓപ്പൺ ആക്കിയൊക്കെ വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ധൈര്യമുള്ളവർക്ക് ഓപ്പൺ ആക്കി വെക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നില്ല. സോ എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി വെക്കും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി ക്യാമറ ഓപ്പൺ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലർ ഇപ്പൊ ഇതൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണേൽ അവരെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലരുടെ സൗണ്ട് ഇത് കേൾക്കാത്തത് കേട്ടോ. ഓക്കെ, ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി സെഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഉറപ്പാക്കും അവരെല്ലാവരും ഇത് ഓപ്പൺ ആക്കി വെച്ചു എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ട് സെഷൻ എടുക്കുള്ളൂ. കാരണം ഓപ്പൺ ആക്കി വെക്കാത്തവരെ ഞങ്ങൾ വിളിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അവർ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങളും ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നതാണ്. ഡോണ്ട് ഫീൽ ബാഡ്. എന്നേക്കാളും പ്രായമുള്ളവരൊക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാം. ഈവൻ സിസ്റ്റർ ഇസ് ദെയർ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എന്താണ് അഡിക്ഷൻ എന്ന് പഠിക്കുന്നു. അഡിക്ഷൻ ഒരു വ്യക്തിയിലും കുടുംബത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ, അഫക്ട്സ് എന്താണെന്ന്, ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ഒരു ഫാമിലി, ഇതിൽ നിന്ന് തിരിച്ച് ഫാമിലി, ദ റോൾ ഓഫ് ദ ഫാമിലി ഇൻ റിക്കവറി. ഓക്കെ, അത് നമ്മൾ പഠിക്കും. പിന്നെ ഒരു എക്സ്പ്ലോർ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു സപ്പോർട്ട് വിത്തൗട്ട് എനേബിളിങ്. അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴും പൂർണ്ണമായും നമ്മൾ ആ വ്യക്തിയെ കൂടുതൽ സഹായിച്ചു കൊടുക്കാതെ ആ വ്യക്തിയെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തെടുപ്പിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. ഓക്കെ, രാധികയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അധികം ഡോണ്ട് ഫീൽ ബാഡ്. ദെൻ ഞാൻ രാധികയുടെ പേരൊക്കെ വിളിക്കുമെന്ന് തോന്നരുത്, കാരണം പേര് രാധികയാണ്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് അഡിക്ഷൻ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും ചോദിക്കാതിരിക്കാൻ നിങ്ങൾ നിർവാഹമില്ലല്ലോ. നല്ല നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് അഡിക്ഷൻ? സാർ, നമ്മള് എന്തായി പറയുകയാണെങ്കിൽ ഒന്നിനോട് അഗാധമായ പ്രണയം, ഏതോ ഒന്നിനോട് താല്പര്യം കൂടുതൽ, അത് ഒന്നിനോട് അഗാധമായ പ്രണയം എന്നൊക്കെ പറയാം. അത് ഏതാണെങ്കിലും, ആൽക്കഹോൾ ആണെങ്കിലും എന്താണെങ്കിലും. ഡെഫിനറ്റ്ലി ശരണ്യ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ്, ശരിയാണ്. ഓക്കെ, ദെൻ എന്താണ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ അബ്യൂസ്? അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ ശരണ്യ പിന്നെ അവസാനം പിന്നെ പറയാം. വേറെ ആരെങ്കിലും ഒരാൾ പറയട്ടെ. ഇവിടെ നിസ്സി ഉണ്ട്, രാധികയുണ്ട്. ഓക്കെ, അടുത്തയാൾ പറയാമോ? ശരണ്യക്ക് അവസരം തരുന്നതാണ്. എന്താണ് അബ്യൂസ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? പെട്ടെന്ന് പറയൂ. ഓ, സോഷ്യൽ വർക്കേഴ്സ്. ഞാൻ സോഷ്യൽ വർക്കേഴ്സ്. അനശ്വര പറയൂ. അനശ്വര, മിസ്യൂസ് ചെയ്യുന്നതല്ലേ അബ്യൂസ് എന്ന് പറയുമ്പോ? മിസ്യൂസ് ചെയ്യുന്നതാണ് അബ്യൂസ്. കറക്റ്റ്. എന്നാലും മലയാളീകരിച്ച് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റും. ദുരുപയോഗം. ദുരുപയോഗം. ഓക്കെ, ഒറ്റ വാക്കിൽ ഒതുങ്ങി. എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം. ഇത് ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. കൊള്ളില്ല എന്നറിഞ്ഞിട്ടും, നമുക്കറിയാം കൊള്ളില്ല എന്നറിഞ്ഞിട്ടും ഒരു വസ്തു ഉപയോഗിക്കുകയോ അഥവാ ഒരു പ്രവൃത്തി, കൊള്ളില്ല എന്നറിഞ്ഞിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് അബ്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് കൊള്ളത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് ചെയ്യും. അതാണ് അബ്യൂസ്. ഓക്കെ, ഒരു കാര്യം, ഞാൻ ഒരു സാധനം ഉപയോഗിക്കാൻ പോവാണ്, അത് കൊള്ളില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് ഉപയോഗിക്കും. അതാണ് അബ്യൂസ്. ഓക്കെ, ഈ അബ്യൂസ് ആണ് പിന്നെ അഡിക്ഷനിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. അത് അവസാനം അഡിക്റ്റഡ് ആവും. ഇതിന് ഒരു 4 സ്റ്റേജസ് ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ്, ഞങ്ങൾക്കിവിടെ ലഹരി വിരുദ്ധ ക്ലാസ് സെമിനാറുകളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പഠിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ഇപ്പൊ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു പരീക്ഷ നടത്തൂല്ലേ, എക്സ്പെരിമെന്റേഷൻ എന്ന് പറയും അല്ലേ? അങ്ങനെ തന്നെയല്ലേ, എക്സ്പെരിമെന്റേഷൻ. ഒരു പരീക്ഷ നടത്തും, ഒരു ടേസ്റ്റ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഉദാഹരണമുണ്ട്, പക്ഷെ പെട്ടെന്ന് പറയാം. ഒരുത്തൻ വെല്ലുവിളിച്ചു. എൻ്റെ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി, +1 ആയി, അവൻ വെല്ലുവിളിച്ചു. എങ്ങനെയാണ്? ഇവിടെ നിനക്ക് ധൈര്യമുണ്ടോ? ആണുങ്ങളായാൽ ഇത് ഉപയോഗിക്കും എന്ന് പറഞ്ഞ ഒരു സംഭവം കാണിച്ചു. ഓക്കെ,
അവൻ എന്ത് ചെയ്തു? അവൻ ആദ്യം പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല. അവൻ ധൈര്യത്തോടെ മാറുന്നു. പിന്നെ അവനെ ഇങ്ങനെ ചൊറിഞ്ഞ് നീ ആണാണോടാ എന്ന് ചോദിച്ചൊരു ദിവസം അവൻ ആണാണെന്ന് കാണിക്കാൻ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് ക്ലാസ് റൂമിൽ. അവൻ അതെടുത്ത് ഉപയോഗിച്ചു. അന്ന് ഫസ്റ്റ് ടൈം ഉപയോഗിച്ചപ്പോൾ അവൻ തലറങ്ങി വീണു. പിന്നീട് പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പുരുഷത്വം കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം അവൻ അഡിക്റ്റഡ് ആയി. ഇന്ന് അവന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കും. നേരിട്ട് അറിയാവുന്ന ഒരു പയ്യനാണ്. അവൻ ഇങ്ങനെ വിറയ്ക്കും. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട്. എന്നാലും അവന് പ്രശ്നമാണ്. അവൻ എവിടെ ജോലിക്ക് പോയാലും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് അവനുള്ളത്. ഓക്കെ. അപ്പൊ എനിക്കിപ്പോഴും അറിയത്തില്ല, ഈ വെല്ലുവിളിക്കുമ്പോൾ ചിലർ കുടിക്കാൻ നേരത്ത് നമ്മുടെ മദ്യപാനം നടത്തുന്നവർക്കറിയാം. നീ ആണാണെങ്കിൽ ഒന്ന് അടിക്കിട എന്നൊക്കെ പറയുന്നു. ഈ ആണും ഈ വെള്ളവടിയും അല്ലെങ്കിൽ ലഹരി ഉപയോഗം തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാലും ആൾക്കാർ ഉപയോഗിക്കും. കൃത്യമായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട്, ഒരുത്തനെ പെടുത്താൻ അല്ലെങ്കിൽ ഒരുത്തിയെ പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് സിറ്റിയിലാണ്. ഞാനിപ്പോ ഇത് പുറത്തു വന്നാൽ കാണാം, പെൺകുട്ടികൾ വരെ ക്യൂവിൽ നിന്ന് ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത് ഞാൻ മിക്കവാറും കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമൊന്നും പെടുന്നില്ല. അപ്പൊ ഓക്കെ, സ്ത്രീകളും നന്നായിട്ട് അടിക്കുന്നവരും ഇവിടെ എപ്പോഴും കാണാൻ പറ്റും. ഞാൻ മിക്കവാറും കാണാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അവരും കുപ്പിയൊക്കെ വാങ്ങിച്ചു. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ കുപ്പിയൊക്കെ കിട്ടും, വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, ഈ സാധനം നമ്മൾ ഈ ഉപയോഗിച്ച് നമ്മളെ അഡിക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അഡിക്ഷൻ നമ്മൾ ആദ്യം അത് വെറുതെ ചുമ്മാതെ അടിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്താ അടിക്കുന്നത്? ആദ്യം അടിക്കുന്നത് ലൈറ്റ് ബിയറിലാണ് പലപ്പോഴും മദ്യപാനം തുടങ്ങുന്നത്. ലൈറ്റ് ബിയർ, പിന്നെ 2 ലൈറ്റ് ബിയർ പറ്റുന്നില്ല, പിന്നെ ഒരു സ്ട്രോങ് ബിയർ. കാരണം ഞാൻ ബോംബെയിലായിരുന്നു കുറെ കാലം. എൻ്റെ കൂട്ടുകാരൊക്കെ അടിക്കുമായിരുന്നു. ഓക്കെ, അവരുടെ കൂടെ ഇരുന്ന് ഞാൻ അടിക്കാൻ പോയിട്ടില്ല, പക്ഷെ അവരുടെ കൂടെ ഇരിക്കേണ്ട, ഞങ്ങൾ ഒരേ മുറിയിൽ താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ അവരടിക്കുമ്പോൾ നമ്മളെ നോക്കിയിരിക്കും. അവർ നമ്മളോടും ചോദിക്കുമായിരുന്നു, നീ ആളാണോടാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മൾ എന്തായാലും ഉത്തരവൊന്നും പറഞ്ഞില്ല, ഇറങ്ങിപ്പോവും. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോവായിരുന്നു. എനിവേ, അപ്പൊ ഞാൻ പറയാണ്, ആദ്യം നമ്മളെ ഒന്ന് പരീക്ഷിക്കും, പിന്നെ ഒന്ന് തുടർച്ചയായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ ഒരു സുഖമുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം, എല്ലാത്തിനും ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതുപോലെ വലിയ വൈഡായിട്ടുള്ള നമ്മുടെ ഡോപ്പമൈൻ, നമ്മുടെ ഹാപ്പി ഹോർമോൺസിനൊക്കെ പോകേണ്ടി വരും. നമുക്കതിനൊന്നും സമയമില്ല. ഹാപ്പി ഹോർമോൺസ് എന്താണെന്നൊന്നും പഠിക്കാനുള്ള നിങ്ങൾക്കറിയാലോ. എന്നാലും നമുക്കറിയാം അത് റിലീസാവും. അത് അങ്ങനെ സുഖമായി അങ്ങനെ. പിന്നെ ഇത് റിസ്ക് യൂസ് ആകും അല്ലെ. നമ്മളൊരു അപകടകരമായി ഉപയോഗിക്കും. പിന്നീട് എന്താകും? അഡിക്ഷൻ ആവും. നമ്മുടെ മുഴുവൻ നിയന്ത്രണവും നമ്മൾ നഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരും. അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മള് അഡിക്ഷനെ കുറിച്ച് മനസ്സിലാക്കി. ഓക്കെ, നമുക്കിനി എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് അടുത്ത ഈ ലഹരി എവിടെയൊക്കെ ബാധിക്കും? ലഹരി നമ്മുടെ കുടുംബത്തെ മുഴുവൻ ബാധിക്കും. എന്തൊക്കെ ഉണ്ടാക്കും? നമ്മുടെ കുടുംബത്തെ ബാധിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങും അല്ലെ. നമ്മൾ കാണുന്നതാണ് നിരന്തരമായി. നമ്മുടെ വീട്ടിലെ അപ്പന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ മക്കളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ അയൽപക്കത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ്, അത് വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു കുട്ടി, അവൾ നിരന്തരമായി മൊബൈൽ അഡിക്ഷൻ ആണ്. അവൾ ഹിന്ദി സ്പീക്കിംഗ് കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാനും നമ്മുടെ SI ബാബുജോൺ സാറും കൂടെ പോകാനിരിക്കുകയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ പോകണം, ആ കുട്ടിയെ പോയി കാണണം. ആ കുട്ടി വരില്ല, കൗൺസിലിങ്ങിനും വരില്ല, പക്ഷെ നമുക്ക് പോയി ആ കുട്ടിയെ കാണേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ മുഴുവനാണ്. ഒരു കുട്ടി വീട്ടിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാൽ, അല്ലെ ഒരു കുട്ടി മൊബൈലിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തെ മുഴുവൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവസ്ഥരാണല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറുമക്കള്, നമ്മുടെ കുഞ്ഞു മക്കള്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ പറയും എന്തൊരു അല്ലെ, സ്ക്രീൻ അഡിക്ഷൻ ഭയങ്കരമാണ്, നമുക്കറിയാവുന്ന. അപ്പൊ അഡിക്ഷനെ കുറിച്ച് നിങ്ങളെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളത് കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ കുടുംബത്തെ മുഴുവൻ ബാധിക്കും. അവരുടെ മെന്റലി അവർ മൊത്തം പ്രശ്നമാകും, മാനസികമായിട്ട് വിഷമത്തിലാകും, അതുപോലെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും. നമുക്കറിയാം, എനിക്കൊരു അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, ഒരു മിടുക്കി കുട്ടിയാണ്. അവള് +2 പഠിക്കുന്നത്. അവളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമുള്ളൂ, എന്താണെന്നറിയാമോ? വീട്ടിലെ ഇന്റർനെറ്റ് മാസത്തിൽ കൃത്യമായി ചാർജ് ചെയ്തില്ലെങ്കിൽ ആ വീട്ടിലെ സകലതാണ് തല്ലിപ്പൊളിക്കുള്ളത്. പെൺകുട്ടിയാണ്, മിടുക്കിയാണ്, നന്നായിട്ട് പഠിക്കും. ഓക്കെ, അതാണ് അവളുടെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ,
അപ്പൊ നമുക്ക് അതോടുകൂടി നമ്മുടെ വീട്ടിലെ ആ ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ലഹരിയുടെ പല പല കാര്യങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനെല്ലാത്തിനും നമ്മുടെ ഇപ്പോ എല്ലാത്തിനും ഒരു ഇതിനെ പുനരധിവസിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്രകാരം അഡിക്ഷൻ ആയിട്ടുള്ളവരെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ അങ്ങനെ ഒരു ഇടമുള്ളത് നമ്മുടെ കുടുംബം മാത്രമാണ്. കുടുംബത്തിൽ അല്ലെ, ഈ വേറെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മുടെ അപ്പനോ അമ്മയോ അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് ഇങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കൊരു തംസപ്പൊക്കെ അടിക്കാമോ? നിങ്ങൾ ഉറങ്ങുവാണോ എന്നൊക്കെ എനിക്കറിയില്ല. ഓക്കെ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരപ്പനും അമ്മയ്ക്കും മാത്രമേ സാധിക്കുള്ളൂ. ഒരാർക്ക് സാധിക്കത്തില്ല. അവരെന്ത് ആ മോന്റെ അല്ലെ ആ മോളുടെ എന്തവസ്ഥയാണെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെ അക്സെപ്റ്റ് ചെയ്യും, ചേർത്ത് നിർത്തും. ആ നാട്ടുകാരെ അറിയിക്കില്ല, നാണം കെടുത്തത്തില്ല. അപ്പൊ ഈ പുനരധിവാസത്തിന്റെ, ഈ ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. കുടുംബം നമ്മൾ കൃത്യമായിട്ട് ആ കുടുംബത്തില് ആ ഒരു വ്യക്തിയോട് ആരാണോ അഡിക്റ്റ് ആയിരിക്കുന്നത്, ചിലപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയാൻ മൊബൈൽ അഡിക്ഷൻ ആവാം, എക്സാമ്പിൾ പറയും. ഇപ്പൊ അതാണല്ലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി നമ്മൾ ഒരു കരുണയൊക്കെ കാണിക്കുന്നവരായാൽ ആ കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. സമയം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിനുള്ള വഴികൾ എന്താണ് അവനെ എന്താണ് അവനെ വീട്ടിൽ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വീട്ടിൽ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി അത് കൊടുക്കാനും, ആ സ്നേഹം കൊടുക്കാനും, ആ ഒറ്റപ്പെടുത്തൽ. ചിലപ്പോൾ ഒറ്റപ്പെടുന്നതുകൊണ്ടായിരിക്കും, ആരും വീട്ടിൽ സംസാരിക്കാനില്ല. വീട്ടിൽ വന്ന അപ്പനൊരു ഫോൺ എടുത്തു, അമ്മ ഒരു ഫോൺ എടുത്തു. ഇപ്പൊ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് മാതാപിതാക്കളിലായിരിക്കും. കാര്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മൂത്ത മോനോട് പറഞ്ഞു, എടാ നീ എന്താടാ ഈ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, നിനക്കറിയില്ലേ? അപ്പൊ അവൻ ഉടനെ അടുത്ത് എന്നോട് ചോദിക്കുകയാണ്, അപ്പ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? അപ്പല്ലേ എന്നെക്കാൾ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്? ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവന്റെ ഒബ്സർവേഷൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാര്യം സത്യമാണോ പറഞ്ഞത്? കാര്യം ഞാൻ ഇതുപോലെയുള്ള എന്തെങ്കിലും സെഷനൊക്കെ എടുക്കാനൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും മൊബൈലായിട്ടൊക്കെ ഇരിക്കുന്നത്. സെഷൻ എടുക്കാനോ നമ്മുടെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കാര്യത്തിലായിരിക്കും. പക്ഷെ ഇവൻ നോക്കുമ്പോൾ പക്ഷെ ഇപ്പൊ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു, അവനെ കൂടെ ഇരുത്തി ചില കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എന്റെ ഈ വീട്ടിലെ ഫോൺ നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ ഫോണിന്, പലരുടെയും ഫോണിന് പലപ്പോഴും പാസ്വേഡ് ഉണ്ട്. നമ്മുടെ വീട്ടിലെ നിങ്ങൾ തന്നെ ഈ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കളാവാം, ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഫോണിന്റെ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഫോൺ ആർക്കും ഓപ്പൺ ആക്കാൻ പറ്റാത്തതിൽ അടച്ചു വെക്കുന്നവരാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ പിടിക്കും. They will understand that you are crooked parents. ഞങ്ങളുടെ വീട്ടിലെ ഫോൺ 2 ഫോണുണ്ട്. ഈ 2 ഫോണും ഞങ്ങളുടെ മക്കൾക്ക് ഓപ്പൺ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നോക്കാം. ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സുതാര്യമായിട്ടുള്ള അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാവണം. ഓക്കെ, മൊബൈൽ അഡിക്ഷൻ നമ്മൾ പറയും, കറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളാരും ഓപ്പൺ ചെയ്ത് വെക്കരുത്. അപ്പന്റെ ഫോൺ ആരും നോക്കാൻ പാടില്ല. അപ്പന്റെ ഫോണിൽ അവൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താ പറയുന്നത്, ബയോമെട്രിക് ലോക്കാണ്. ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഭാര്യക്കോ മക്കൾക്കോ ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള അപ്പനോ അമ്മയോ ആണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡീല് ചെയ്യുന്നതെങ്കിൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അവരുടെ മക്കള് വഴി തെറ്റിലേ നൽകുന്നുള്ളൂ. ഞാൻ ഉറപ്പ് പറയുകയാണ്. നമ്മൾ സുതാര്യമായിട്ട് വെക്കൂ. നമ്മുടെ ഫോൺ മക്കളും കണ്ടോട്ടെ. അപ്പനും അമ്മ എന്താണ് കാണുമെന്ന് അവരും കണ്ടോട്ടെ. അവരും അപ്പം അത് കാണും. അപ്പോൾ അവരത് കാണും. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ കപടമുഖവുമായി ഒരിക്കലും, നമുക്ക് കപടമുഖമുള്ള ആർക്കും ഒരിക്കലും ഒരു കുടുംബത്തെ ഒരിക്കലും ഒരു കുടുംബത്തെ ഒരിക്കലും ഒരു റോൾ എന്താണ് പറയുന്നത്, നമ്മുടെ റോൾ ഓഫ് ദ ഫാമിലി ഇൻഡിവിജ്വൽ ഒരു റോൾ മോഡലായിട്ട് എടുക്കാം. ഈ റോൾ ഓഫ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു റോൾ മോഡലായ ഫാമിലിയാണ് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഡി അഡിക്ഷനിൽപ്പെട്ട ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവര് റോൾ മോഡൽ ആവണം. ഇപ്പൊ നമ്മളെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ കണ്ണില് തടിക്കഷ്ണം എടുത്തിട്ട് മക്കളെ നിന്റെ കണ്ണിൽ കരടുണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ ശരിയാവോ? അത് ശരിയാവത്തില്ല. ഓക്കെ,
അപ്പൊ നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം നമ്മളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളൊരു മാതൃക നൽകുന്ന അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മാതൃക നൽകുന്ന ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ നമുക്ക് ആരെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത്, ഈ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ബിസി വിത്ത് എ ഫോൺ, വി വിൽ ടേക്ക് എ ഫോൺ ആൻഡ് ഇങ്ങനെ ഇരിക്കുക. വീട്ടിൽ വന്ന് കയറി ഭാര്യയ്ക്ക് സമയം കൊടുക്കില്ല, മക്കൾക്ക് സമയം കൊടുക്കത്തില്ല. ഞാൻ സോഷ്യൽ വർക്കർ, എനിക്ക് ഭയങ്കര വർക്കാണ് വീട്ടിൽ വന്നിട്ട്, അത് മൊബൈലാണ്. അങ്ങനെയുള്ളവരുടെ കുടുംബം എങ്ങനെയാ ശരിയാവുന്നത്? അങ്ങനെയുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് ഈ ഒരു 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 അഡിക്റ്റഡ് ആയിപ്പോയ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പുനരധിവസിപ്പിക്കാൻ, ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ എത്രമാത്രം പര്യാപ്തമായിരിക്കും അങ്ങനെയുള്ള കുടുംബം? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉണ്ട്. സോ മാറേണ്ടത് കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഇതിന് ഈ ഒരു സെഷൻ എടുക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ തന്നെയാണോ ഈ സെഷൻ പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, റോൾ മോഡൽസ് അല്ലാത്ത കുടുംബത്തിന് ഒരു നല്ല രീതിയിൽ നല്ല വ്യക്തിത്വങ്ങൾക്ക് അല്ലാത്തവരുള്ള ഒരു കുടുംബത്തിന് ഒരിക്കലും ഒരു റോൾ മോഡലായി ഒരു വ്യക്തിയെ റീഹാബിലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടിയെ അഡിക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ കുടുംബം അടിപൊളിയാവണം. കുടുംബം ഏറ്റവും അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൊബൈൽ എല്ലാം അതിന്റെ എന്താണ് ബയോമെട്രിക് പാസ്വേഡ് ഒക്കെ ഇട്ട് ലോക്ക് ചെയ്ത് ആർക്കും അഴിക്കാൻ പറ്റില്ല. ചില ഫയൽസ് ഒക്കെ ഉണ്ട്, ആർക്കും അഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വയ്ക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെക്കാളും വളരെ മിടുക്കരാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അവര് നമ്മൾ എങ്ങനെ വെച്ചാലും ഓപ്പൺ ചെയ്തു അപ്പനും അമ്മയും ചെയ്യുന്നതൊക്കെ മക്കൾ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയാണ് റീഹാബിലിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പൊ അതനുസരിച്ചിട്ട് ഈ നമ്മളിപ്പോ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിലെ മിക്കവാറും തന്നെ മക്കളൊക്കെയാണ് വഴിതെറ്റി പോകുന്നത്. മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഹസ്ബൻഡ് എന്നല്ല, വൈഫും വഴിതെറ്റി പോകുന്ന കാലമാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം, അല്ലെ? ഹസ്ബൻഡിന് മാത്രമേ വഴിതെറ്റാൻ പാടുള്ളൂ, എന്താണ് വൈഫിന് വഴിതെറ്റാൻ പാടില്ലേ? അപ്പൊ നമ്മള് എല്ലാവരും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു വ്യക്തി, ഞാൻ ഇപ്പൊ ഈ ജോസ് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായൊരു റോൾ മോഡൽ അല്ല എങ്കിൽ എനിക്ക് എങ്ങനെയാണ് എന്റെ ഭാര്യയോട് നീ റോൾ മോഡൽ ആയിരിക്കണം എന്ന് പറയാൻ സാധിക്കുക? എന്റെ മക്കളെ നിങ്ങൾ അഡിക്റ്റഡ് ആകരുതൊന്നിനും. അപ്പൊ ഞാൻ അഡിക്റ്റ് ആയിരിക്കുകയും, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുകയും ഞാൻ എന്റെ മക്കളുടെ കണ്ണിലെ എന്റെ വീട്ടിൽ അഡിക്റ്റഡ് ആയ വ്യക്തിയുടെ കണ്ണിലെ കരടെടുക്കുകയും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സോ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഒരു ശരിക്കും റോൾ മോഡലായ കുടുംബത്തിനാണ് കൃത്യമായ റോൾ അഡിക്ഷൻ നടത്താൻ ഒരു അഡിക്റ്റഡ് ആയിപ്പോയ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അഥവാ നമ്മളുടെ സോഷ്യൽ വർക്കർ ആണെങ്കിൽ ഈ സോഷ്യൽ വർക്കർ കുടിക്കുകയും ചെയ്യും, അവൻ വലിക്കുകയും ചെയ്യും, തോന്നിയാസവും ചെയ്യും. എന്നിട്ട് അവൻ സോഷ്യൽ വർക്കർ എന്ന് വിളിക്കപ്പെടാൻ എന്ത് യോഗ്യതയുണ്ട്? Can you be called a social worker if you are an addicted person? നമ്മളെല്ലാത്തിനും അഡിക്റ്റഡ് ആണ്. എല്ലാത്തരം വൃത്തികേട്ടും നമ്മൾ പോയിട്ട് നമുക്ക് എങ്ങനെ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാൻ സാധിക്കും? ഇതെന്നെ ശ്രമിക്കുന്ന എന്റെ സോഷ്യൽ വർക്കേഴ്സായ നിങ്ങൾ, ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഓൾ ഹാവ് ടു ബി റോൾ മോഡൽസ്. ഓക്കെ, നമ്മൾ റോൾ മോഡൽസ് ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോവുക. എന്നിട്ട് വേണം ഞാനിപ്പോ ഈ സെഷൻ എടുക്കാനായിട്ട് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ദൈവമേ, ഞാനൊരു യോഗ്യനാണോ ഇതൊക്കെ എടുക്കാൻ? ഞാൻ തന്നെ ചിന്തിക്കും, ഞാൻ എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു, എന്റെ ലൈഫ് എങ്ങനെയാണ്, നിന്ന് എടുക്കാനായിട്ട് എനിക്ക് യോഗ്യതയുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് കുടിക്കരുതെന്നും വലിക്കരുതെന്നൊക്കെ പറയാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ സോഷ്യൽ വർക്കേഴ്സ്, സത്യം പറഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് വേണമെങ്കിൽ പറയാം ഒരു മിഷണറീസ് ആണെന്ന് പറയാം. മിഷണറീസ് അല്ലെ? ഇവിടെ സിസ്റ്റർ ഫ്രാൻസിസ് ഇരിപ്പുണ്ട്, മിഷണറി അല്ലെ? അതുപോലെയാണ് ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ ദൗത്യം അത് തന്നെയാണല്ലോ. അവര് നന്മ ചെയ്യുക, അവര് തന്നെ ഒരു നന്മയായി മാറുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതാണ് അവരുടെ കോൾ, അല്ലെ? നമ്മൾ തോന്നിയാസം കാണിച്ചിട്ട് മറ്റുള്ളവർ തോന്നിയാസം കാണിക്കരുതെന്ന് പറയാനുള്ളവരല്ല നമ്മൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് ഈ ഒരു
ടോപ്പിക് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ദ റോൾ ഓഫ് ദ ഫാമിലി ഇൻ ഡി അഡിക്ഷൻ, അതായത് ഒരു വ്യക്തിയെ ആസക്തിയിൽ തിരിച്ചു പിടിക്കാനായിട്ട് അഥവാ പുനരധിവസിപ്പിക്കാനായിട്ട് എൻ്റെ കുടുംബം എങ്ങനെ സഹായകമാകാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക, നമ്മളിലൂടെ തന്നെ അത് നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക, ഒരു ശുദ്ധീകരണ കർമ്മം. നമ്മൾ എങ്ങനെയാണോ എങ്ങനെയുള്ള വ്യക്തിത്വമാണ് എന്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണ്, am I okay, എന്നിട്ട് നമ്മൾ ശുദ്ധി കലശത്തിന് ഇറങ്ങണം. അഥവാ നമ്മുടെ കുടുംബം ഒരു ശുദ്ധി കലശത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുടുംബനാഥനും നാഥയും തങ്ങളെ തന്നെ ശുദ്ധി കലശം നടത്തിയിട്ട് വേണം അടുത്ത ആളിന്റെ ശുദ്ധി കലശം നടത്താൻ പോകാനായിട്ട്. അല്ലാതെ ശുദ്ധി കലശം നടത്താനായിട്ട് അല്ലാതെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെ ആരെയും നമുക്ക് ഡി അഡിഷൻ നമുക്ക് ആ ഒരു വ്യക്തിത്വത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിത്വം രക്ഷിക്കണമെങ്കിൽ നമ്മളെ തന്നെ ആദ്യം ആ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് റോൾ മോഡൽസ് ആവണം. പലതും പല രീതിയിലും നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും, അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില അപ്പന്മാരും അമ്മമാരൊക്കെ വളരെ അടിപൊളിയായിരിക്കും, പക്ഷെ മക്കളൊക്കെ ഉണ്ടായി മക്കൾ വളർന്നു വരുമ്പോൾ ശാന്തന്മാരാകും. അവര് ഒത്തിരിയുടെ ഈ വളരെ അറഗന്റ് ഇടിവെട്ട് ടീമുകളൊക്കെ ശാന്തരായി വരും. കാര്യം എന്തുകൊണ്ടാ? കാരണം അവർക്കറിയാം മക്കളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകും. മക്കൾ വളർന്നു വരുമ്പോൾ മക്കളുടെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. അപ്പൊ അവർ ശാന്തരാകും. കാര്യം അവര് തങ്ങളെ തന്നെ റോൾ മോഡൽസ് ആക്കി മാറ്റും. തങ്ങളുടെ മക്കൾക്ക് അനുകരിക്കാൻ പറ്റുന്ന അനുകരണീയരായ മാതാപിതാക്കളായി അവർ മാറും. കാര്യം ഇല്ലെങ്കിൽ അവരുടെ മക്കൾ വഴിതെറ്റി പോകും. അപ്പൊ അവര് കൂടുതൽ കരുണയുള്ളവരാകും, സ്നേഹമുള്ളവരാകും. അവര് എന്താ പറയുക, അവരുടെ സ്വഭാവം തന്നെ കംപ്ലീറ്റ് മക്കൾ വളർന്നു വരുന്നതനുസരിച്ച് മാതാപിതാക്കളുടെ സ്വഭാവം മാറാറുണ്ടെന്നല്ല, നേരത്തെ മാറിയാൽ നല്ലത്. മാറിയില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റും. ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ ദ റോൾ ഓഫ് ഫാമിലി ഇൻ ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ റോൾ മോഡൽസ് ആകുക. നമ്മളുടെ കുടുംബം ഇത് നമ്മള് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മൾ യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, യുവർ ഫാമിലി. ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഏതാണ്? ഇത് തന്നെ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് എങ്ങനെയാണ്? നിങ്ങളുടെ പേരൻസ് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ പേരൻസ് സംസാരിക്കുന്ന ശൈലിയിലല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ആണോ അല്ലയോ? ഹലോ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പേരൻസ് സംസാരിച്ച രീതിയിലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേരൻസ് ഇഷ്ടപ്പെട്ട പാർട്ടിയെ അല്ലേ നിങ്ങൾ സ്നേഹിച്ചത്? ആണോ? ഹലോ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കാണിച്ചു തന്ന വ്യക്തികളുമായിട്ടല്ലേ നിങ്ങൾ ഇപ്പോഴും കൂട്ടുകൂടുന്നത്? ഹലോ നിങ്ങളുടെ കുടുംബത്തിന് ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ, നിങ്ങളുടെ പേരൻസിന് ആരോടൊക്കെ ശത്രുതയുണ്ടോ, അവർ നിങ്ങളുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ? പ്ലീസ് തിങ്ക്. ഹലോ ശത്രുക്കളാണ്? നിങ്ങൾ പറയൂ, ഒന്ന് ഓപ്പൺ ആക്കി, മൈക്രോഫോൺ ഓപ്പൺ ആക്കി. നിങ്ങളുടെ മാതാപിതാക്കളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളാണോ? ശത്രുക്കളോ മിത്രങ്ങളൊന്നും ഇല്ല. നമ്മളോട് നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ. ഓക്കെ രാധിക, എന്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല ബന്ധം പുലർത്തുന്നവരോട് നിങ്ങൾ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരോട് നിങ്ങളും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെന്ന് ഭയങ്കര ഇടപെടലാണോ? പറയൂ പ്ലീസ്. ഭയങ്കര ഇടപെടലൊന്നും ആയിരിക്കില്ല സർ. ഒരുപക്ഷെ അവര് നല്ല ആളാണെന്ന് നമുക്കൊരു തോന്നൽ. അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ മാതാപിതാക്കൾ എങ്ങനെയാണോ പെരുമാറിയത് ആ രീതിയിലല്ലേ നിങ്ങളും പെരുമാറുന്നത്. മാതാപിതാക്കൾക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. രാധിക ഞാൻ പറഞ്ഞത് ശരിയാണോ? അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മാതാപിതാക്കള് വീട്ടിൽ ചോറും കറിയും കഴിക്കുമ്പോൾ നിങ്ങൾ ബിരിയാണിയാണോ കഴിച്ചുകൊണ്ടിരുന്നത്? അല്ല. മാതാപിതാക്കൾ ചോറും കറിയും കഴിക്കുന്നു, അവരുടെ ടേസ്റ്റിനുള്ള ഫുഡ് അവർ കഴിച്ച് നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ? ആണോ അല്ലയോ?
അതെ, മാതാപിതാക്കൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഇത്ര മാത്രമായി ഇത്ര നേരിട്ട് പറഞ്ഞിട്ടിരുന്നത്. റോൾ മോഡൽ ആകാതെ ഒരു രക്ഷയുമില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നമ്മുടെ ഈ ഒരു സബ്ജക്ട്, ഈ ഒരു ടോപ്പിക് പ്ലീസ് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുമായിട്ടൊന്ന് നോക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ ഒന്ന് തട്ടിച്ചു നോക്കുക. എന്താണ് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് ബന്ധമുണ്ടോ? എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരോട് എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ അപ്പനും അമ്മയും വിശ്വസിച്ച പാർട്ടിയോട് എനിക്ക് വിശ്വാസമുണ്ട്. ആ പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. എന്നോട് പറയണ്ട കേട്ടോ, ചിലർക്ക് ഭിന്നമായ വ്യത്യാസമുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. ഓക്കെ. അപ്പൊ വ്യത്യസ്ത നമ്മുടെ ടേസ്റ്റ് നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സംസാര ശൈലി നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇതാണ് അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ല നമ്മുടെ വീട്ടിലെ വ്യക്തികൾക്ക് സമീപസ്ഥമായിരിക്കണം നമ്മുടെ വ്യവഹാരങ്ങൾ, വീട്ടിലെ ഓരോ നടപടിയും. നമ്മൾ തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റോൾ മോഡൽ ആയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, സാധാരണ നല്ല സിഗരറ്റ് വലിക്കുന്ന അപ്പന്മാരുടെ മക്കൾ അവർ സിഗരറ്റ് വലിക്കും. കാരണം അവൻ പറയുന്നത്, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അവൻ പറയുന്നത് എൻ്റെ പപ്പ വലിക്കുമായിരുന്നു ചേട്ടാ, എൻ്റെ പപ്പ വലിക്കുമായിരുന്നു ചേട്ടാ. പിന്നെന്താ, വാട്ട്സ് എ പ്രോബ്ലം? പക്ഷെ അവന് നല്ല വിവരമുണ്ട്, അത് ദോഷമാണെന്ന് അവനറിയാം, പക്ഷെ അവൻ അതിന് അഡിക്റ്റാണ്. പിന്നെ കുടിക്കുന്നവർക്ക് പലപ്പോഴും നമ്മൾ കുടിക്കുന്നവരുടെ കാര്യം അന്വേഷിച്ച് പോയാൽ വലിയ കോമഡി എന്താണെന്നറിയാമോ? അവന്റെ ലൈഫിൽ ആദ്യമായിട്ട് അവന് മദ്യം ഒഴിച്ചു കൊടുത്ത അവന്റെ അപ്പനായിരിക്കും. അതൊക്കെ അറിയാവോ? അപ്പനായിരിക്കും ആദ്യമായിട്ട്, അല്ല കൂട്ടുകാരല്ല. മോനെ ഇരിക്കട്ടെ അല്പം വിസ്കി, ഭയങ്കര വില കൂടിയ സാധനമല്ലേ വിസ്കി, ഒഴിച്ചു കൊടുക്കും അല്പം. അങ്ങനെ മോൻ അഡിക്റ്റായി പോകുന്ന അവരറിയുന്നില്ലല്ലോ. പക്ഷെ നമുക്കറിയാം അവനെ ചെറുപ്പത്തിലെ അവന്റെ ബ്രെയിനിലേക്ക് ഇത് പോയാൽ പ്രശ്നം ഉണ്ടാകുന്നു ഭാവിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ഞാൻ ഒത്തിരി സാധനങ്ങൾ പറയാൻ പറ്റില്ല, ഇപ്പൊ നമുക്കറിയാമല്ലോ, നമുക്ക് സമയം പരിമിതമാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ നല്ല റോൾ മോഡൽസ് ആകുക, കുടുംബം നല്ല കുടുംബത്തിലെ കുടുംബനാഥനും നാഥയും ശുദ്ധീകരണം നടത്തുക. ആർക്കാണോ ശുദ്ധീകരണം നടത്തപ്പെടേണ്ടത് ആ കുട്ടിക്ക് വേണ്ടി. ഇത് ചുരുക്കി ഞാൻ പറയാൻ ഇത്രേ ഉള്ളൂ. ആ കുട്ടിയെ നേടണോ, നമ്മളെ തന്നെ ശുദ്ധീകരണം നടത്തുക. നമ്മൾ തന്നെ, അതായത് ശുദ്ധീകരണം നടത്തുക ഞാൻ ഉദ്ദേശിക്കുന്ന പദം റോൾ മോഡൽ ആകുക. ആ വീട്ടിലെ അപ്പനും അമ്മയും ആ കുട്ടിയെ നേർവഴി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അവരെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ്, അല്ലാതെ നമ്മളൊരുക്കത്തില്ല, ഞാൻ മാറത്തില്ല നീ മാറിക്കോണം എന്ന പദം എന്ന രീതിയിലാണ് കുട്ടിയെ മാറ്റാൻ പോകുന്നത്. അവര് പറയും പോയി പണി നോക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമ്മൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ആരാണോ, ഈ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ കുടുംബം തന്നെ ഇമ്പമുള്ളതായി തീരാൻ ഇമ്പത്തെ കെടുത്തുന്ന എന്തെല്ലാം ഉണ്ടോ ആ ഇമ്പത്തെ ഇല്ലാതാക്കുന്ന എന്താണോ മാതാപിതാക്കളുടെ മദ്യപാനമാകാം, ദുശീലങ്ങളാകാം, മറ്റ് പ്രവൃത്തികളാവാം, ആ പ്രവൃത്തികൾ മാറ്റുക. എന്നിട്ട് ഒരകപ്പെട്ടു പോയ അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് അഡിക്റ്റഡ് ആയിപ്പോയ ആ കുട്ടിയെ അല്ല വ്യക്തിയെ നമുക്ക് തിരിച്ചു പിടിക്കാം സ്നേഹത്തോടെ. അവൻ പലതും മാറ്റേണ്ടി വരും. അവന്റെ അപ്പനെ കണ്ട് എൻ്റെ അപ്പൻ ഇപ്പൊ നല്ല അപ്പനാണ്, അല്ലെ എൻ്റെ അമ്മ നല്ല അമ്മയാണ്. അങ്ങനെ സ്നേഹിച്ച് മാത്രമേ ഈ ഒരു അഡിക്റ്റഡ് ആയിപ്പോയ കുട്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ ഇപ്പൊ നിർത്തുകയാണ്. വി ഹാവ് 10 minutes. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ കുടുംബവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടൊന്നുമില്ല, എനിക്കറിയാം. ഇവിടെ അഡിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അഡിക്ഷന്റെ ഞാൻ പിന്നെ അതിന്റെ കുടുംബത്തിലുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ ഞാൻ പറഞ്ഞു. കുടുംബത്തിൽ ഒരാൾക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ പ്രശ്നത്തിലാവും. അപ്പൊ റോൾ ഓഫ് ദ ഫാമിലി എന്നാണ് ഞാൻ പറഞ്ഞത്. റോൾ ഓഫ് ദ റിക്കവറി, ആ വ്യക്തിയെ തിരിച്ചു പിടിക്കാനായിട്ട് റോൾ മോഡൽ ആകുക എന്ന് മാത്രമേ രക്ഷയുള്ളൂ. അത് ഞാൻ പറഞ്ഞു. പിന്നെ പിന്നെ അടുത്തൊരു പറയേണ്ടത് കൂടുതൽ നമ്മുടെ മാർഗനിർദ്ദേശവും വിവരങ്ങളും കൊടുക്കുക. അതായത് നമ്മുടെ ലൈഫ് കൊണ്ട് ആ വ്യക്തിയുടെ, നമ്മുടെ അപ്പന്റെ, അമ്മയുടെ, അല്ല വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതം കൊണ്ട് തന്നെ ആ കുട്ടി മനസ്സിലാക്കുന്ന, അല്ലെ ആ വ്യക്തി മനസ്സിലാക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ കൈമാറുക. ഇത് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് 4 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് നന്ദി. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ചോദ്യങ്ങളൊന്നും ഇല്ലേ? അതെല്ലാരും പോയോ? സെഷൻ കേട്ടോ ഉറങ്ങിപ്പോയോ? എന്താണ് സംഭവിച്ചത്? ഹലോ, ആരും ഒന്നും പറയും. നിങ്ങൾ എന്തെങ്കിലും പറയണം. നിങ്ങളൊക്കെ അത് സംസാരിക്കൂ. യാ, രാധ ആരാണ് മുഖം കാണിച്ചത്? മുഖം കാണിച്ചു. പറയൂ. സാർ എടുത്ത നല്ല ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും ഏത് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഫാമിലിക്കാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു അഡിക്ഷനില് നമുക്ക് വരികയാണെങ്കിൽ തന്നെ ഫാമിലിയാണ് ഏറ്റവും അവിടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല സാർ. കാരണം ഫാമിലി നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഓരോ കാര്യമാണെങ്കിലും. അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും കാര്യം അറിയാനുണ്ടോ? സാർ, എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കൂ ശരണ്യ. സാർ, ഒരു അച്ഛൻ കഴിഞ്ഞ ന്യൂസിൽ 24 മറ്റും കണ്ടതാകും 3-4 ദിവസം മുന്നേ. അച്ഛൻ ഡ്രഗ്സിന് അഡിക്റ്റ്, മീൻസ് മദ്യപാനിയാണ്. അപ്പൊ 45 വയസ്സായ അച്ഛൻ 14 വയസ്സായ മോളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ഫാമിലി നിന്നാണല്ലോ സാർ. ഫാമിലി മേ ബി ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ മേ ബി ആളുടെ ഫാദർ ഇങ്ങനെ ഡ്രഗ്സ് അങ്ങനെ ആവാതിരിക്കാം. പക്ഷെ നമ്മൾ ഇതിനൊക്കെ നമ്മള് എവിടെയാ എന്താ ചെയ്യുക? അതായത് ശരണ്യ, അതായത് ഇതിന് എനിക്ക് മനസ്സിലാവുന്ന ഉത്തരം പറയാം. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് എക്സ്പേർട്സ് ഒക്കെ ഉള്ളവരായിട്ടുള്ളവരുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചിട്ട് പറയാം. പക്ഷെ ഈ കുട്ടിയെ അയാൾ പീഡിപ്പിക്കാൻ കാര്യമൊന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അയാള് മനസ്സിലാക്കി വെച്ച് ഒന്നെങ്കിൽ മിക്കവാറും അയാളൊരു പല ഫോൺ മൂവീസിന് അഡിക്റ്റ് ആയി. അങ്ങനെയുള്ളവർക്ക് മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് ഒരു പരിധി കഴിഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം. പിന്നെ അയാള് ചിലപ്പോൾ വേറൊരു ചിന്ത അയാൾക്കുണ്ടാവാം, ഇത് തൻ്റെ കുട്ടിയല്ല, തൻ്റെ ഭാര്യയ്ക്ക് വേറെ ഏതോ ബന്ധത്തിലുണ്ടായ ഒരു കുട്ടിയാണ് ഇവൾ എന്നുള്ള ചിന്ത അയാൾ പഠിക്കുന്നുണ്ടാവും. ഒരു കാര്യം അത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിക്കുന്ന ആർക്കാണ് നമ്മൾ പറയത്തില്ലേ, നിനക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ലാന്ന് ചോദിക്കാറില്ലേ? ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരാണ് അടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാറില്ല. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് മദ്യപിച്ചു. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിക്കുന്നത് വേറെ പേരാ. അവന്റെ സഹോദരനായിട്ട് എന്നെ അവൻ കെട്ടിപ്പിടിച്ച് കരയുക. അടിച്ച് പൂസായിപ്പോയി അവൻ. എന്നിട്ട് അവൻ എന്നെ കാണുന്നത് അവന്റെ ഏതോ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ്. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ എന്നെ പിടിച്ച് കരയുകയാണ്. എന്നെ ഒരിക്കലും ജോസായിട്ടല്ല കണ്ടത്. അവന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഒരു മരിച്ചുപോയ സഹോദരനുണ്ട്, ആ സഹോദരനായിട്ടാണ് അവൻ എന്നെ കണ്ടിട്ട് എന്നോട് പറയുന്നത്. ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാവാം. അത് മോളത് മോളാണെന്നല്ല കണ്ടത്, ഏതോ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, അത്ര മാത്രമേ അയാൾക്ക് ബോധം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ചോദിക്കാം കേട്ടോ, ആർക്കെങ്കിലും. നമുക്ക് സമയമുണ്ട്, 6 മിനിറ്റ് കൂടെ ഉണ്ട്. നിങ്ങളുടെ സമയം കവർന്നെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമയത്ത് നിർത്തിയത്. ചോദിക്കാം കേട്ടോ, നിങ്ങൾ സമയം കളയരുത്. ഇത് എല്ലാം ഈ നല്ല ഫാമിലിന്നും ഉണ്ടാവുമല്ലോ. ഒത്തിരി നല്ല ഞങ്ങളുടെ സൺഡേ സ്കൂളില് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെ ഫാമിലി, ടീച്ചർ is very good man, but the son is not so even though there is a good parents, but sometimes the children go astray. So what is that reason? നമുക്ക് കുട്ടികൾ അസ്ട്രേ പോയാലും നല്ല ഫാമിലി ആണെന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് കുട്ടികളെ പല രീതിയിൽ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ അവർക്കറിയാമല്ലോ, നമുക്ക് ഈ പിയർ പ്രഷർ ഒരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. പക്ഷെ ആ കുട്ടിയെ വീട്ടില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ചെയ്യാൻ പറ്റുന്നത്, ഒന്നാമത്തെ മരുന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സുസ്മാവയ്യ. നമുക്ക് ആ വ്യക്തിയെ സ്നേഹത്തോടെ കരുതുക, ആ വ്യക്തിയെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആ വ്യക്തിക്കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഘടകം. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ ചില കുട്ടികളെ സദാസമയവും ഇങ്ങനെയുള്ള സൺഡേ സ്കൂൾ ആയിട്ടൊക്കെ അവരെ പലപ്പോഴും നമ്മൾ ഈ റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അല്ല, നമ്മളെന്തോ ഈ ജനിച്ചത് കൊണ്ട് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരി
ഒരു ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ നമുക്കറിയില്ല, നമുക്ക് വിധിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു റോൾ മോഡൽ, അദ്ദേഹം വീട്ടിൽ റോൾ മോഡൽ ആണോ എന്ന് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയുള്ള വ്യക്തികളുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോകില്ല, അവർ തിരിച്ചു വരും. അവർക്ക് പല രീതിയിൽ അതിനുള്ള മാർഗങ്ങൾ അറിയാമല്ലോ. നമ്മൾ പല രീതിയിൽ സിസ്റ്റർമാരങ്ങനെ ഇടപെടും, സൺഡേ സ്കൂൾ അധ്യാപകർ ഇടപെടും. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കില് നല്ലവരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളും അങ്ങനെ എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് നമുക്കൊന്നുകൂടെ അത് നമ്മുടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം. അതാണ് നല്ലത്. കാര്യം അങ്ങനെ സംഭവിക്കാറുണ്ട്. നല്ലവരുടേതായ മക്കള് അങ്ങനെ വഴിതെറ്റി പോകുന്ന കാണുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ വഴിതെറ്റിപ്പോയാലും അവർ തിരിച്ചു പിടിക്കും. ആ മാതാപിതാക്കൾ ക്ഷമയോടെ നിന്ന് ആ കുട്ടിയെ ക്ഷമയോടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അതായത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ് 8ലും 9ലും ഒക്കെ അദ്ദേഹം വളരെ ഭീകരനായിരുന്നു. ഭീകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു. വീട്ടില് ജ്യേഷ്ഠനെ അദ്ദേഹം വെട്ടുമായിരുന്നു. കത്തിക്ക് വെട്ടിയ പാട് ഇന്ന് ജ്യേഷ്ഠന്റെ കൈകളിലുണ്ട്. അത്ര ഭീകരനായ വ്യക്തിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മമ്മി അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അവൻ നശിച്ചു പോകാതിരിക്കാനായിട്ട് അവർ പിന്നെ സ്നേഹത്തോടെയുള്ള ഒരിക്കലും അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് അവനുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുകയോ അവനെ അസ്വസ്ഥമാക്കിയതല്ല. അവൻ അമ്മയെയും അസ്വസ്ഥമാക്കുമായിരുന്നു. പക്ഷെ അമ്മ ഒരിക്കലും അവനെ സ്നേഹിക്കാതിരുന്നിട്ടില്ല. അവനെ സ്നേഹിച്ചു. അവനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അവന് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ അവർ നിറവേറ്റിക്കൊണ്ടിരുന്നു. അവനോട് ഒരിക്കലും പകരം ചോദിക്കാൻ ആ അമ്മയോ അപ്പനോ പോയില്ല. അവനെ സ്നേഹിച്ചിരുന്നു, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു. അവനിന്ന് അറിയപ്പെടുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. താങ്ക് യു. Is there any question?